Please like and subscribe. നമ്മൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതായത് ബാച്ചിലേഴ്സിനും എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. 1 ലിറ്റർ വെള്ളം ഒഴിക്കുക, ജസ്റ്റ് അതൊന്ന് തിളപ്പിക്കാൻ, അതായത് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വെള്ളം വെക്കുക, സ്ലിമ്മിലിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ചിക്കൻ സൂപ്പായ കാരണം നമുക്ക് ചിക്കൻ മസ്റ്റാണല്ലോ. ഇതൊരു ചിക്കൻ്റെ ചെറിയൊരു ബോൺ ലെസ് ഇതെടുത്തിട്ടുണ്ട്. അത് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ടോ വലുത് വേണമെങ്കിൽ വലുതായിട്ടോ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചിക്കൻ നമ്മുടെ ഇഷ്ടത്തിന്. ഇൻഗ്രീഡിയൻസ് ഇല്ല, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ചേർക്കാം. അതായത് എഡിബിളായി കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും. ഫസ്റ്റ് ചിക്കൻ ഉണ്ട്, ചിക്കൻ ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗാർലിക്കും ജിഞ്ചറും ചേർക്കാം. ഫ്ലേവർ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക്കും അതിലേക്ക് ഇടുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ചേർക്കാം. ജിഞ്ചർ ഇതിന് മസ്റ്റാണ്. വളരെ പൊടി പോലെ ആക്കിയിട്ട് ജിഞ്ചർ ചേർക്കാം. കുറച്ച് ജിഞ്ചർ നമ്മൾ ചേർക്കാണ്. ഇൻഗ്രീഡിയൻസ് ചേർക്കാം. മഷ്റൂം കുറച്ചുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു, 2 ദിവസം മുന്നേ മേടിച്ചത്. മഷ്റൂം ചേർക്കാം. കുറച്ചധികം മഷ്റൂം, ഒക്കെ കാലത്ര മഷ്റൂം മതി. മഷ്റൂം ആഡ് ചെയ്യണം. ഒണിയൻ എവിടെയുണ്ട്? കുറച്ച് ഒണിയൻ ചേർക്കാം. സബോള, പിന്നെ കുറച്ച് കോൺ. ഇതൊന്നും നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ അതെൻ്റെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ മേടിച്ച കോൺ. അതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഇടാൻ മാത്രം. നമ്മളിതിന് ശേഷം വേറെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ടും ഉള്ളതൊക്കെ. കുറച്ച് ക്യാരറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പം അതും ആഡ് ചെയ്യാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെയാണ് കഷ്ണങ്ങളാക്കിയിട്ട് അരിയാം. ജസ്റ്റ് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് കുറച്ച് ചെറുതാക്കി അരിയണമെന്ന് മാത്രം. ക്യാരറ്റ് അതിൻ്റെ ഒരുവിധം ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിഞ്ഞു. എന്താ പറയുക, അജിനാമോ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുകയാണെങ്കിലും കുറച്ച് ചേർത്തുകൊണ്ട് വലിയ പ്രശ്നമില്ല. വളരെ കുറച്ച് അജിനാമോട്ട ചേർക്കുന്നു. ഓക്കെ, ഉപ്പ് ചേർക്കണം. ഉപ്പ് എന്തായാലും മസ്റ്റാണല്ലോ, കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഓക്കെ, ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാൻ. ഒരു 10 മിനിറ്റ് വരെ ഒന്ന് അടച്ചിരുന്നിട്ടൊന്ന് വേവട്ടെ. അവിടെ നിന്നിട്ട് ആ നൂഡിൽസ്, അപ്പം അതിന് കുറച്ച് വെള്ളം ചൂടാക്കാൻ പറ്റും. ഇതിൽ കുറച്ച് എന്താ പറയുക, നൂഡിൽസ് ഇരിക്കുന്നുണ്ട്. അതായത് മാഗി നൂഡിൽസ് അല്ല, പ്യുവർ നൂഡിൽസ്. അത് ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ചൂടാക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പം അതിലേക്ക് എടുത്തിട്ടൊന്ന് നൂഡിൽസ് ആവട്ടെ, പതിവ് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ 15 മിനിറ്റ് ഏകദേശം ആയിൻ്റെ. 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കുന്നുണ്ട് അവസ്ഥ എന്താണെന്നുള്ളത്. വലിയ കുഴപ്പമില്ല. നമുക്കിനി ബാക്കിയുള്ള കുറച്ച് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്, അതുകൊണ്ട് ചേർക്കും. ഇതൊന്നും നിർബന്ധമല്ല, ഉണ്ടാകുന്നുണ്ട് വെച്ചാൽ മാത്രം ചേർത്താൽ മതി. ഇതൊരു വോക്ക് ടോക്കിൻ്റെ ഒരു കുറച്ച് സോയ സോസാണ്. കുറച്ച് പുളി കിട്ടാനൊക്കെ ആയിട്ട് സൂപ്പിന് പുളി അത്യാവശ്യമാണ്. വളരെ കുറച്ചധികം ചേർക്കണ്ട, വളരെ കുറച്ച് സോയ സോസ്. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയുടെ കുറച്ച് സോസ്.
ഇത് രണ്ടൊന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാമെന്ന് മാത്രം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. അതും വെച്ചിട്ട് ഇതൊന്ന് ഇളക്കുക. നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലൊരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എടുത്ത് കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കണേ. ചെറിയ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം നിൽക്കണേ. ചിക്കനൊക്കെ ഒരുവിധം നമുക്ക് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്, ഒരുവിധം സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സൂപ്പിന് മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണല്ലോ കോഴിമുട്ട. ഒരു എഗ്ഗ് ഒഴിച്ചു കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. ഓക്കെ, പറയാം. ഒരു മുട്ട ഒഴിച്ചു കൊടുത്തു. ഇതും പറഞ്ഞ പോലെ അഗെയിൻ നിർബന്ധമില്ല, നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കാം, വളരെ സ്ലോലി ഒഴിക്കാൻ പാടുള്ളൂ. സ്ലോലി മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. മുട്ട പൊട്ടിച്ചൊട്ടിച്ചൊരു ലുക്ക് വരും ഇതിന്. എന്താ പറയുക, റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു സൂപ്പിൻ്റെ ലുക്ക് വരും. ഇതിൽ ആവശ്യത്തിന് പ്രോട്ടീനും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് സ്ലിമ്മിൽ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ. നൂഡിൽസ് നമുക്കൊന്ന് വെള്ളം കളഞ്ഞിട്ട് നൂഡിൽസ് മാത്രമായിട്ടൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ സൂപ്പ് ഏകദേശം അതിൻ്റെ, അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, സൂപ്പ് ഇപ്പോൾ ഒരുവിധം കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് പരിപാടി കഴിഞ്ഞ് നമുക്കിതൊന്ന് നമ്മുടെ കഴിക്കാനുള്ള പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. പരിപാടി ആയിരുന്നു. നമുക്ക് നമ്മുടെ സൂപ്പ് റെഡിയായി. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് നൂഡിൽസ് ഇട്ട് കൊടുക്കണം. നൂഡിൽസ് കുറച്ചിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂടുണ്ട്, കുറച്ചൊരു പോർഷൻ, ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷൻ മാത്രമേ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് നൂഡിൽസ് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്രീൻ ഓണിയൻ, നമ്മുടെ സൂപ്പിൻ്റെ പരിപാടി നമുക്ക് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ആദ്യം. ഇതിൻ്റെ അടിപൊളി.